നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് വരുന്ന ഒരു അറബിക് ഡിസൈനാണ് വരക്കുന്നത്. അതിനായിട്ട് കയ്യിൽ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. ദെൻ ഈ ഫിംഗറിൻ്റെ ഇവിടെ നിന്ന് മുകളിലോട്ടും ഇതുപോലത്തെ ഒരു ഷേപ്പ് വല്ലാണ്ട് വലുതാവാതെ കൊടുക്കുക. കണ്ടോ, ഇതുപോലെ രണ്ട് ഷേപ്പ്. ദെൻ ഇതിൽ നമ്മൾ ഫ്ലവേഴ്സും ലീഫും കൊടുക്കുകയാണ്. അപ്പം അതിനായിട്ട് ഫസ്റ്റ് ഇവിടെ നിന്നും ഒരു വൈന് വല്ലാണ്ട് തടിയില്ലാതെ ഒരു വൈന് കൊടുത്ത് ഇങ്ങോട്ടേക്ക് വളക്കുക. കണ്ടോ, അടിയിലോട്ട്. ദെൻ പിന്നെ ഇവിടെ നിന്നും ഒരു ലൈൻ ഇങ്ങനെ ഒരു ഗ്യാപ്പായിട്ട് കൊടുത്തിട്ട് ഒരു വള്ളി പോലെ കൊടുക്കുക. ദെൻ ഇതിൽ നമ്മൾ ഇങ്ങനത്തെ ലീഫ് കൊടുക്കുക. കണ്ടോ, രണ്ട് സൈഡിലോട്ട് ലീഫ്. ദെൻ ഈ ലീഫിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ഡ്രോപ്പ് കൊടുക്കുക. ലീഫ് കളർ ചെയ്യുക. ഓക്കെ. ദെൻ ഈ ഒരു ഡ്രോപ്പിന് ഇങ്ങനെ കവേർഡായിട്ട് ഒരു ലൈൻ കൊടുക്കുക. ദെൻ ഇതിന് ചുറ്റും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സെൻറ്ററിലോട്ടൊരു ആർച്ച് പോലെ വളച്ച് വീണ്ടും ഇങ്ങനെ കൊടുക്കുക. കണ്ടോ, ഇതുപോലത്തെ ഒരു പെറ്റലാക്കുക. ദെൻ ഇതിനെ മെല്ലെ ഒന്ന് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ വരുന്ന ഫ്ലവർ. ഇതാണ്, ഈ ഒരു ഫ്ലവറാണ് ഇനി ഫുള്ളായിട്ടും ഇതിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഫ്ലവർ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് ഫ്ലവർ കൊടുക്കൂലല്ലോ. ഈ ഒരു സൈഡിലോട്ട് നമ്മൾ വൈൻസിൻ്റെ ഒരു ലീഫ് പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ലൈൻ കൊടുത്തു. അതിലിങ്ങനെ മെലിഞ്ഞിട്ടുള്ള വൈൻസ് ഇങ്ങനെ കൊടുക്കുക. സെൻറ്ററിൽ ഒരു വൈൻ കൊടുത്ത് അടിയിലോട്ട് ഇങ്ങനെ വളക്കുക. കണ്ടില്ലേ, ഈ രീതിയിൽ കേട്ടോ. ദെൻ നമ്മൾ ഇങ്ങോട്ടേക്കായിട്ട് വീണ്ടും ഒരൊറ്റ വൈന് അടിയിലോട്ടായിട്ട് വളച്ച് പിടിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ദെൻ ഈ ഗ്യാപ്പിലും അതുപോലെ തന്നെ ഒരു വൈൻ കൊടുക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഫ്ലവർ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു ലീഫാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ടും ഇങ്ങനെ അങ്ങോട്ടേക്ക് വളച്ചിട്ടുള്ള വൈൻസ് കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ അറ്റത്ത് ലാസ്റ്റ് കൊടുക്കുന്ന വൈനാണ് നല്ല പോലെ വളച്ച് അടിയിലോട്ടേക്കാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് നമ്മൾ ഈ ഒരു വൈൻസ് വെച്ചിട്ടുള്ള ലീഫ് കൊടുത്തതുകൊണ്ട് തന്നെ മറ്റേ സൈഡിലോട്ട് പിന്നെ ഫ്ലവറേ വരാൻ പാടുള്ളൂ. ഒരേ സൈഡിൽ ഒരേപോലത്തെ സാധനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ ഒരു ഫ്ലവർ കൊടുക്കുകയാണ്. കണ്ടോ, ഈ ഒരു ലൈനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ഗ്യാപ്പ് വരണം. അത് മസ്റ്റാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഫ്ലവർ വരുന്നത് കറക്റ്റ്. ഒന്നുകൂടെ ഡാർക്കൺ ചെയ്ത് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ. ദെൻ ഇവിടെ ഈ ഒരു വൈൻസ് കൊടുത്ത് ഇങ്ങനെ വളച്ചു പിടിക്കുക. ഓക്കെ. പിന്നെ വീണ്ടും ആ ഒരു ലീഫാണ് വൈൻസ് വെച്ചിട്ടുള്ള. ഓക്കെ. ദെൻ പിന്നെ വീണ്ടും
ഈ ഒരു ഫ്ലവർ തന്നെ ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇല്ലാത്തത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലീഫാണ് വൈൻസ് വെച്ചിട്ടുള്ള. ഓക്കെ, ദെൻ പിന്നെ വീണ്ടും ഈ ഒരു ഫ്ലവർ തന്നെ ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇല്ലാത്തത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ നിന്നും ഇങ്ങനെ ഒരു ലീഫ് അടിയിലോട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ സ്പേസിൽ കൊടുക്കാം. ഗ്യാപ്പുകൾ വല്ലാണ്ട് വരണ്ടെന്നുള്ളൂ. അറബിക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് വന്നാലും കുഴപ്പമില്ല. കണ്ടോ, ഇവിടെ കുഞ്ഞു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ വളച്ചു കൊടുക്കാം. ഓക്കെ, ദെൻ പിന്നെ ഫുള്ളായിട്ട് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ചെയ്യാം. ഓക്കെ, ഫുള്ളാവാനായിട്ടുണ്ട്. ദെൻ ഇങ്ങനത്തെ ഗ്യാപ്പിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ലീഫ് പോലെ കൊടുക്കാം കേട്ടോ. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഒരു സൈഡിലോട്ട് മാത്രം ഒരു ഹാഫായിട്ട് വരുന്ന ഈ ഒരു ഡിസൈൻ കൊടുക്കാം. ഓക്കെ, കണ്ടില്ലേ, ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ദെൻ വീണ്ടും ഇങ്ങോട്ടേക്ക് ഒറ്റ വൈൻ കൊടുത്തിട്ട് മെല്ലെ വളക്കുക. ദെൻ ഈ ഒരു ലാസ്റ്റിലോട്ടായിട്ട് നമുക്ക് ഇങ്ങനെ നീട്ടി വലിച്ചിട്ടുള്ള ഒരു ലീഫ് കണ്ടോ, നല്ല പോലെ നീട്ടി വലിച്ചിട്ട് ദെൻ ഇതിനെ ഒന്ന് ഡാർക്കൺ ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫുള്ളായിട്ട്. ദെൻ നമ്മൾ ഈ ഒരു ഫിംഗറിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ കുറച്ചുകൂടി ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു ലൈൻ കൊടുത്ത് ഒരു സർക്കിൾ കൊടുക്കുക, അതിൽ ചുറ്റും ഡോട്ട്സ് കൊടുക്കുക. ദെൻ പിന്നെ ഇങ്ങോട്ടേക്ക് ഒറ്റ വൈനും കൂടെ കൊടുക്കുക. ബാക്കിയൊക്കെ സെയിം തന്നെ. ഇവിടോട്ട് നമ്മൾ ആ ഒരു കുഞ്ഞ് വൈൻസ് വരുന്ന രീതിയിൽ കൊടുക്കുക. ഓക്കെ, ദെൻ പിന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് ഒറ്റ വൈൻ കൊടുക്കുക. ഇങ്ങോട്ട് ഈ ഒരു സർക്കിൾ കൊടുത്തിട്ടുള്ള ഫ്ലവർ. അപ്പോൾ ഫിംഗറിലോട്ട് വരുമ്പോൾ ഇത്ര ഹെവി ആയിട്ടുള്ള ഡിസൈൻ വേണ്ട, കുറച്ചൊരു ചേഞ്ച് വരുത്തിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കി തരുന്നത്. ദെൻ ഇങ്ങോട്ടേക്ക് ഈ വൈൻസ് ഇങ്ങനെ വളച്ചിട്ടുള്ള ഈ ഒരു ഡിസൈൻ. ഓക്കെ, ദെൻ പിന്നെ ഒറ്റ വൈന്. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ പൊതുവേ അറബിക് ഡിസൈൻ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഗ്യാപ്പുകൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ബട്ട് ലാസ്റ്റിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ലീഫ് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് ഫിംഗർ ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സൈസിൽ വരുന്ന ലീഫ് വേണം കൊടുക്കാൻ. ഓക്കെ, ഇതാണ് ഫുള്ളായിട്ട് വരുന്ന ഡിസൈന്. കണ്ടില്ലേ, ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുത്തു. ദെൻ ഈ ഒരു ചെറിയ വിരലിൽ നമ്മൾ ലൈൻ കൊടുത്തിട്ട് സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ പ്രാക്ടീസ് ചെയ്യുക. കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പക്ഷേ ഈ ഓരോ വൈൻസും ഇതൊക്കെ ഇങ്ങനെ വളച്ചിട്ട് തന്നെ പഠിക്കണം.